കോഴിക്കോട് മുക്കത്ത് ചിട്ടി കമ്പനി ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയതായി പരാതി. കാരാട്ട് കൊറിയസ് എന്ന സ്ഥാപനത്തിനെതിരെയാണ് ഇടപാടുകാർ വ്യാപക പരാതിയുമായി രംഗത്തെത്തിയത്. പരാതികൾ ഉയർന്നതിന് പിന്നാലെ സ്ഥാപനം അടച്ചുപൂട്ടിയ നിലയിലാണ്. മുക്കത്ത് 6 വർഷത്തോളമായി പ്രവർത്തിക്കുന്ന നൂറുകണക്കിന് ഇടപാടുകാരുള്ള കാരാട്ട് കൊറിയസ് എന്ന സ്ഥാപനത്തിനെതിരെയാണ് വ്യാപക പരാതി ഉയർന്നത്. മലപ്പുറം ആസ്ഥാനമായ സ്ഥാപനത്തിന് മറ്റിടങ്ങളിലും ബ്രാഞ്ചുകളുണ്ട്. വൻ ചിട്ടി തട്ടിപ്പ് നടന്നെന്നാണ് നിക്ഷേപകരുടെ പരാതി. അടച്ച പണം കാലാവധി കഴിഞ്ഞ് മാസങ്ങളായിട്ടും തിരിച്ചു കിട്ടാത്തവരുമുണ്ട്. ചെക്ക് നൽകി പറ്റിച്ചെന്നും പരാതിക്കാർ പറയുന്നു. എനിക്കിപ്പോൾ ഒരു മാസം മുന്നേ എൻ്റെ ചിട്ടിന്റെ പൈസ ചെക്ക് തന്നു. ആ ചെക്ക് അന്ന് റിട്ടേൺ ആയി. ഇപ്പം അതിൽ പൈസ ഒന്നുമില്ല. എൻ്റെ ഒരു മാനേജർ എന്ന് പറഞ്ഞ ആളെ ഞാൻ രാവിലെ വിളിച്ചു. അപ്പോൾ അയാൾ ഫോൺ എടുത്തിട്ട് എന്നോട് പറഞ്ഞു, ഞങ്ങളെല്ലാം ഇവിടെ സ്റ്റേഷനിലുണ്ട്, ഞങ്ങളെ സുരക്ഷിതത്വത്തിന് വേണ്ടി പരാതി കൊടുക്കാൻ വേണ്ടി വന്നതാണ്. വ്യാപാരികളും ദിവസവേതനക്കാരുമാണ് ഇടപാടുകാരിൽ ഭൂരിഭാഗവും. നിലവിൽ 20 പേരാണ് പരാതിയുമായി മുക്കം പോലീസിനെ സമീപിച്ചത്. കൂടുതൽ പേർ പരാതിയുമായി രംഗത്തെത്തുമെന്നാണ് നിഗമനം. പരാതികൾ ഉയർന്നതിന് പിന്നാലെ മുക്കത്തെ ബ്രാഞ്ച് അടച്ചുപൂട്ടിയ നിലയിലാണ്. 800 കുടുംബങ്ങളെ ഈ കുറിയിൽ ചേർന്നിട്ടുണ്ട്. ഇത് കൂടി 6 മാസം മുന്നേ ചിട്ടി കഴിഞ്ഞ ആൾക്കാർക്കും പൈസ കൊടുത്തിട്ടില്ല. ഇപ്പൊ പുതിയ ചിട്ടി കൂടിയ കഴിഞ്ഞാല് രണ്ടാമത് റീ ആയിട്ട് കൂട്ടിയിട്ട് 5-6 ലക്ഷം റുപ്യന്റെ ഒക്കെ കൂട്ടിയിട്ട് 25,000-30,000 പിന്നെ അടവടച്ചിട്ടുണ്ട്. അങ്ങനെ എനിക്കൊക്കെ അറിഞ്ഞാൽ ഒരു 3 മാസം മുന്നേ ചിട്ടി തീർന്നിട്ട് 2 ദിവസം കൊണ്ട് തരാം ഇങ്ങനെ പറ്റിക്കാം. മുക്കം ബ്രാഞ്ചിലെ മാനേജറെയും ജീവനക്കാരെയും പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. ഒരു കേസുമായി ബന്ധപ്പെട്ട് കോടതി സ്റ്റേ ഉണ്ടെന്ന് പറഞ്ഞ് ബ്രാഞ്ചുകൾ അടച്ചുപൂട്ടാൻ ഉടമകളായ സന്തോഷ്, മുബഷീർ എന്നിവർക്ക് ഇന്നലെ നിർദ്ദേശം നൽകിയിരുന്നുവെന്നും അതിനുശേഷം ഇവരുടെ ഫോണുകൾ സ്വിച്ച്ഡ് ഓഫ് ആണെന്നുമാണ് ജീവനക്കാരുടെ വിശദീകരണം. ഉടമകൾക്കെതിരെ മുക്കം ബ്രാഞ്ചിലെ ജീവനക്കാരും പോലീസിൽ പരാതി നൽകി. വൈകുന്നേരമായപ്പോൾ ഞങ്ങൾക്ക് വിവരങ്ങൾ കിട്ടുന്നു. പിന്നെ ഞങ്ങളെ ഗ്രൂപ്പിൽ നിന്ന് ഞങ്ങളെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. സാറിന്റെ ഗ്രൂപ്പിൽ നമ്മൾ റിമൂവ് ചെയ്ത് ഇവരെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി. അതിന് സ്റ്റാഫുകളെല്ലാവരും പുള്ളിക്കാരുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളും ഒരു പരാതി എഴുതി കൊടുത്തിട്ടുണ്ട്. ഞങ്ങളെയും സ്റ്റാഫുകളെയും ചീറ്റ് ചെയ്തിട്ട് അവർ പോയിക്കെന്നുള്ള പരാതി ഞങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കസ്റ്റമേഴ്സിന്റെ കൂടെ ഞങ്ങൾ സ്റ്റാഫുകൾ എന്തായാലും അവരുടെ പൈസ വാങ്ങിയെടുക്കാൻ ഞങ്ങൾ കൂടെ ഉണ്ടാവും. നിലവിൽ സ്ഥാപനത്തിന്റെ മറ്റ് ബ്രാഞ്ചുകളും അടച്ചുപൂട്ടിയ നിലയിലാണ്. സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട നിരവധി രേഖകൾ മുക്കം പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ന്യൂസ് മലയാളം, കോഴിക്കോട്.